ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻ സ്റ്റാൻഡാണ് കേട്ടോ. ഇതുപോലൊരു കാർഡ്ബോർഡ് എടുക്കുക. ഇതെനിക്ക് ഒരു ഷർട്ട് പഠിക്കുമ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇതുപോലത്തെ കാർഡ്ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് വന്നോളൂ. നമ്മൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ആ കാർഡ്ബോർഡിൽ നിന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബോക്സ് വരച്ച് കൊടുക്കാം. ആ ബോക്സ് വരച്ച് കഴിഞ്ഞാൽ ആ 5 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 9 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് കേട്ടോ അങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഷീറ്റിൽ 2 സൈഡ് മാത്രമേ എക്സ്ട്രാ ഷീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ 2 സൈഡും ഞാൻ മാർക്ക് ചെയ്തിട്ട് ലൈനും വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ആ 2 സൈഡും കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ നടുവിൽ വരച്ചിട്ടുണ്ടായിരുന്ന 5 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, 5 സെൻറ്റിമീറ്ററിലൊരു ബോക്സ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇത്തിരി കട്ടിയുള്ള ഷീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യണത്. നിങ്ങൾ കട്ടിയില്ലാത്തതാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യം വരില്ല. കൂടുതലും കട്ടിയുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം മടക്കിയ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഴിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ആ ഭാഗത്ത് മാത്രം, ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ സൈഡും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മടക്കിയിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതുപോലെ ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആ 4 സൈഡും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഇതുപോലെ മടക്കി വെച്ച് നോക്കുക കറക്റ്റ് അല്ലേന്ന്. എല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അതിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ മടക്കി വെച്ച് നോക്കുക. എവിടെയെങ്കിലും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കിയിട്ട്, ഉണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കൂടുതൽ എക്സ്ട്രാ എവിടെയെങ്കിലും നീളം കൂടെ കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ കുറച്ച് കൂടുതലും കുറേ കൈ നിൽക്കുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ച് ഗമ്മൊക്കെ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ആ 4 ഭാഗം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.